ഡിസംബർ 29. സംവിധായകനും നിർമ്മാതാവും എഴുത്തുകാരനുമായ രാമാനന്ദ് സാഗറിന്റെ ജന്മദിനം. 1917 ഡിസംബർ 29 ലാഹോറിലെ അസൽ ഗുരുക്കയിലായിരുന്നു രാമാനന്ദ് സാഗറിന്റെ ജനനം. ചന്ദ്രമൗലി ചോപ്ര എന്നായിരുന്നു രാമാനന്ദിന്റെ ആദ്യ പേര്. 1942 പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് സംസ്കൃതത്തിലും പേർഷ്യൻ ഭാഷയിലും സ്വർണ്ണ മെഡലോടുകൂടി വിജയം നേടി. ഡെയിലി മിലാഫ് എന്ന പത്രത്തിന്റെ എഡിറ്ററായി തന്നെ ജീവിതം തുടങ്ങിയ രാമാനന്ദ് ചോപ്ര, രാമാനന്ദ് ബേബി, രാമാനന്ദ് കശ്മീരി തുടങ്ങിയ പേരുകളിൽ നിരവധി കഥകൾ, നോവലുകൾ, കവിതകൾ, നാടകം എന്നിവ എഴുതി. രാമാനന്ദ് തന്റെ സിനിമാ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് 1932 റൈഡേഴ്സ് ഓഫ് ദി റെയിൽ റോഡ് എന്ന നിശബ്ദ സിനിമയിൽ ക്ലാപ്പർ ബോയിയായിട്ടായിരുന്നു. 1940 പൃഥ്വിരാജ് കപൂറിന്റെ പൃഥ്വി തിയേറ്ററിൽ അസിസ്റ്റന്റ് സ്റ്റേജ് മാനേജറായി. 1944 രൂപ് കെ ഷോറെ സംവിധാനം ചെയ്ത റോയൽ എന്ന പഞ്ചാബി ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം അഭിനയരംഗത്ത് എത്തിയത്. ആ സമയത്ത് ഏതാനും നാടകങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. പിന്നീട് അദ്ദേഹം സിനിമാ സംവിധാന രംഗത്തേക്കും ചുവടുവെച്ചു. മദ്രാസിലെ ജെമിനി സ്റ്റുഡിയോയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതോടുകൂടി രാമാനന്ദിന്റെ സിനിമാ ജീവിതം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. വീണ്ടും മുംബൈയിലേക്ക് മടങ്ങിയ അദ്ദേഹം തന്റെ പ്രൊഡക്ഷൻ ഹൗസിന് സാഗർ ഫിലിംസ് എന്ന് പുനർനാമകരണം ചെയ്യുകയും നിർമ്മാണ മേഖലയിൽ സജീവമാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സാഗർ ആർട്സ് ഇന്ത്യൻ ചരിത്രത്തെ ആസ്പദമാക്കി നിരവധി സീരിയലുകളും നിർമ്മിക്കുവാൻ തുടങ്ങി. 1987 ജനുവരി 25 ബ്രഹ്മാനന്ദ് സംവിധാനം ചെയ്ത രാമായണം സീരിയൽ ദൂരദർശനിൽ സംപ്രേഷണം തുടങ്ങി. അത് സാഗറിന് സാധാരണ ജനഹൃദയങ്ങളിൽ ഇടം നേടാൻ സഹായിച്ചു. ജനപ്രീതി നേടിയ രാമായണം സീരിയൽ 45 മിനിറ്റുള്ള 59 എപ്പിസോഡുകളുള്ള പരമ്പരയായാണ് തുടങ്ങിയത്. എന്നാൽ ഏറെ ജനപ്രീതി ആർജിച്ച രാമായണം സീരിയൽ 78 എപ്പിസോഡുകൾ വരെ സംപ്രേഷണം ചെയ്തു. പിന്നീട് അദ്ദേഹം കൃഷ്ണ, ലവ് കുശ് എന്നീ സീരിയലുകളും നിർമ്മിച്ചു. ഭാരതം 2000 രാമാനന്ദ് സാഗറിന് പത്മശ്രീ നൽകി ആദരിച്ചു. 2025 ഡിസംബർ 12 88-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു.